ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമാണ്. 57-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാം വാക്യം, അവർ എൻ്റെ കാലടികൾക്ക് ഒരു വല വിരിച്ചു, എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. അവർ എൻ്റെ മുമ്പിൽ ഒരു കുഴി കുഴിച്ചു, അതിൽ അവർ തന്നെ വീണു. സങ്കീർത്തനക്കാരൻ പാടുകയാണ്, അവർ എൻ്റെ കാലടികൾക്ക് ഒരു വല വിരിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. സങ്കീർത്തനക്കാരൻ പറയുന്നത് എൻ്റെ കാലിന് ഒരു വല വിരിച്ചെന്നല്ല, കാലടികൾക്ക്, അതായത് ചുവടുവയ്പ്പുകൾക്ക്. എപ്പോഴും ശത്രുവിൻ്റെ ലക്ഷ്യം എന്തെന്നറിയാവോ? നമ്മുടെ പ്രവർത്തികളെ തടയുക. നമ്മൾ അടുത്ത് വയ്ക്കാൻ പോകുന്ന ചുവടുവയ്പ്പ് ശത്രുവിന് ഇഷ്ടമുള്ളതല്ല. ആ ചുവടുവയ്പ്പ് ചിലപ്പോൾ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്തത്തിലേക്കായിരിക്കും. ഇതറിയാവുന്ന പന്ന സാത്താൻ നമ്മുടെ ചുവടുവയ്പ്പുകളെ അവൻ വലവിരിക്കും. ഒരു വേട്ടക്കാരൻ ഒരു പക്ഷിയെ കൊടുക്കാൻ വലവിരിക്കുന്നത് ആ പക്ഷി കാണവെയല്ല, ഒരു വ്യക്തി കാണാത്ത സമയത്ത്, അല്ലെ ആ കിളികൾ കാണാത്ത സമയത്താണ് വലവിരിക്കുന്നത്. എപ്പോഴും ശത്രു വിരിക്കുന്ന വല ആരും കാണാതെയാണ്. ഇതുപോലെയാണ് നമ്മുടെയൊക്കെ പ്രവൃത്തികൾക്ക്. നാളെ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിക്ക് ഇന്നലെ ശത്രു വല വിരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ആത്മമനുഷ്യൻ തൻ്റെ ചുവടുവയ്പ്പുകൾ, വചനം പറയുന്നു, വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. എത്ര വലിയ വലയാണെങ്കിലും അതിനെ കുടുക്കാൻ പറ്റത്തില്ല എന്ന് പ്രാർത്ഥനയോടെ ചുവടുവയ്ക്കുന്ന ഒരു ഭക്തൻ. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, വല വിരിച്ചു, എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു, എൻ്റെ മുമ്പിൽ ഒരു കുഴി കുഴിച്ചു, അതിൽ അവർ തന്നെ വീണു. മുമ്പിലാ കുഴി കുഴിച്ചത്. അത് നോക്കിയേ, നമ്മൾ അടുത്ത് ചുവടുവയ്ക്കുന്ന പാതയിലാണ് കുഴി. നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയാണ് പ്രിയരെ ശത്രുവിൻ്റെ ലക്ഷ്യം. ഇത് തലമുറയേക്കാൾ അധികമായിട്ട് തലമുറയുടെ ഭാവിയാണ് ശത്രുവിൻ്റെ ലക്ഷ്യം. നിന്റെ തലമുറ ഒരു ആത്മീകനാകുമെന്ന് കണ്ടാൽ എങ്ങനെ അവൻ്റെ ചുവടുവെപ്പുകളെ തകർക്കാം, അതാണ് ശത്രുവിൻ്റെ ലക്ഷ്യം. യോബിൻ്റെ ജീവിതത്തിനകത്ത് നഷ്ടം വന്നു, കുടുംബത്തിനകത്ത്. പക്ഷെ അതെല്ലാം ഇരട്ടിയായിട്ട് കൊടുക്കുന്ന ഒരു ദൈവം യോബിൻ്റെ കൂടെയുണ്ട്. പക്ഷേ യോബിൻ്റെ ചുവടുവയ്പ്പുകൾ, അവിടെ ഒന്നും യോബ് പരാജയപ്പെട്ടില്ല. യോബ് ഒരിക്കലും ദൈവത്തെ കുറ്റം പറഞ്ഞില്ല. ശത്രു വിചാരിച്ചു അവൻ വിരിക്കുന്ന വലയിൽ ദൈവത്തെ തള്ളിപ്പറയും. അതാണ് ശത്രുവിൻ്റെ വല. ശത്രു വിരിച്ച വലയിൽ യോബ് വീണില്ല. യോബ് ആ വലയിൽ വീഴാതെ ജയിച്ചതുപോലെ. മറുഭാഗം നോക്കിയേ, ദൈവം എല്ലാം ഇരട്ടി കൊടുത്തില്ലേ? ഇതുപോലെയാണ് മുമ്പിൽ കുഴിക്കുന്ന കുഴിയെ കണ്ട് ആത്മാവിൽ പ്രാർത്ഥിച്ച് ചുവടുവയ്ക്കാൻ റെഡിയാണെങ്കിൽ ആ കുഴിയിൽ നമ്മൾ വീഴത്തില്ല. കുഴിച്ചവൻ വീഴും, വിരിച്ചവൻ വീഴും. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, ആത്മാവിൽ ചുവടുവെച്ച് വലകളെ കണ്ട് ഭയപ്പെടാതെ, കുഴികളെ കണ്ട് ഭാരപ്പെടാതെ ആത്മാവിൽ ചാടിക്കടക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.